കൃപയുടെ വാസസ്ഥലം കൃപാസനം. പരിശുദ്ധ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ മെജോ, ആലക്കോട് പരപ്പ, കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പരപ്പയിൽ നിന്ന് വരുന്നു. ഞാൻ അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു അത്ഭുതം ഞാൻ പറയുകയാണ്. ഞാൻ 18 വർഷമായി മുംബൈയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സായിരുന്നു. ഞാൻ മുംബൈയിൽ വെച്ച് നടന്ന ഒരു ആക്സിഡൻറ്റ്, എനിക്ക് ഒരു വീട് മേടിക്കാനായി ഞാൻ പോയതാണ്. 2ാം നിലയുടെ മുകളിൽ നിന്ന് താഴെ വീണ് എൻ്റെ വലതുവശം മുഴുവൻ തകർന്നുപോയി. എൻ്റെ ഈ താടി 2ആയിട്ട് പൊട്ടി അകന്നു. എൻ്റെ കണ്ണ് ഒരു പകുതി പുറത്തു വന്നു. എൻ്റെ കൈ ഊരിപ്പോയി. കാൽമുട്ട് പൊട്ടി തകർന്നൊരു 8 പീസായിപ്പോയി. കാലിൻ്റെ പാദങ്ങൾ ഞുറുങ്ങിപ്പോയി. അങ്ങനെ കിടന്ന അവസ്ഥയിൽ എൻ്റെ പെങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇത് ഞാൻ വീണ പാടെ പെങ്ങൾ എൻ്റെ ആ ഫോട്ടോയുമായി ഇവിടെ ഓടി വന്നു. മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് എൻ്റെ ആങ്ങളനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഈ സമയം എനിക്കവിടെ എനിക്ക് 17 HB ഉണ്ടായിരുന്നു. 17 HB ഉണ്ടായിരുന്നു. ആ HB കുറഞ്ഞ് 10 എന്നെ സർജറിക്ക് എടുക്കണമെന്ന് പറഞ്ഞു അവർ. എനിക്ക് HB 17 10 പോയി. എന്നെ സർജറിക്ക് എടുക്കണമെന്ന് പറഞ്ഞു. സർജറിക്ക് എനിക്ക് എടുക്കാൻ 24 ലക്ഷം രൂപ വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞു. 24 ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ അവസരത്തിൽ അവിടെ പെങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അവസരത്തിൽ എനിക്ക് അവിടെ ഒരു മാലാഖയെ പോലെ ഒരു നേഴ്സ് വന്നു. ആ നേഴ്സ് വന്ന് പറയുവാണ്, ഞാൻ നിന്നെ അവിടെ എൻ്റെ പെങ്ങളായിട്ട്, എൻ്റെ ആങ്ങളെയായിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റൽ കൺസെഷൻ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ എന്നെ ആങ്ങളെയാന്ന രീതിയിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ആ ബില്ല് അവർ പ്രൊവിഷണൽ ബില്ല് 10 ലക്ഷം രൂപ കുറച്ച് തന്നു. അങ്ങനെ 24 ലക്ഷം എന്നുള്ളത് 14 ലക്ഷമാക്കി മാറി. 14 ലക്ഷം രൂപയാണെങ്കിൽ പോലും എനിക്ക് എടുക്കാനില്ല. ഞാൻ ഈ സമയത്ത് ഞാൻ ബോധം കെട്ട് കിടക്കുകയാണ്. എനിക്ക് ബോധമൊന്നുമില്ല കേട്ടോ. ഞാൻ ബോധമൊന്നും ഇല്ലാതെയായിരുന്നു. കോമ സ്റ്റേജിലാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ ഈ അവസരത്തിൽ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. ബോധം കെട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുചെല്ലുമ്പോൾ അവരെന്നെ ഒരു ശവമാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതെല്ലാം തൂത്ത് മാറ്റി, നല്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റി. എന്ന് വെച്ചാൽ മൊത്തം ബ്ലഡിൽ കുളിച്ചാണ്. എൻ്റെ കണ്ണൊക്കെ പുറത്താണ്. അപ്പം ഇത് ചുരുണ്ട് കിടക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ അവരെന്നെ അവിടെ അവിടെ ആ ബെഡ്ഷീറ്റെല്ലാം മാറ്റിയിട്ട് അവരെന്നെ അവിടെ കിടത്തുക, ശവമാണെന്നും പറഞ്ഞിട്ട്. ആ അവസ്ഥയിലാണ് എനിക്ക് പൾസുണ്ട്, എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നെ അഡ്മിറ്റ് ആക്കുന്നത്. എൻ്റെ ആ സിസ്റ്റർ വകയെ എനിക്ക് 14 ലക്ഷം രൂപയാക്കി കുറച്ച് തന്നു. ഈ 14 ലക്ഷം രൂപയും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പം പെങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം ഒരു അച്ഛൻ എന്നെ കാണാനായിട്ട് ICUലേക്ക് കടന്നു വരിക. അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് എൻ്റെ തോളത്തട്ടിട്ട് എന്നോട് പറയുക, നീ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടാണ് ഞാൻ ബോധം തെളിയുന്നത്. ബോധം തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ കൈയൊക്കെ ചലിപ്പിച്ച് നോക്കി, എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു പേപ്പറും പേനയും വേണം. ആ പേപ്പറും പേനയും കൊണ്ടുവന്ന് തന്നു നേഴ്സ്. ആ പേപ്പറിൽ ഇങ്ങനെ ഞാൻ എഴുതി, എൻ്റെ കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉള്ളത് എഴുതി. കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 8 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി വെച്ചു. അപ്പം ഇത് കണ്ട ഡോക്ടർമാർ എന്നെ 2 പ്രാവശ്യം ഓൾറെഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അവരുടെ വിചാരം എൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. ഇത്രയും തലയെല്ലാം പൊട്ടിത്തകർന്ന ഒരാൾക്ക് ബ്രെയിൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അപ്പം അവരെന്നെ സർജറി ചെയ്യാതെ ഒബ്സർവേഷനിലാണ് ICUയിൽ ഇട്ടിട്ടേക്കുന്നത്. അവരുടെ നിഗമനം അവർക്കും തെറ്റാൻ പാടില്ലല്ലോ. ഞാൻ അവിടെ അതിനുശേഷം അച്ഛൻ വന്ന് എന്നെ കൈക്ക് പ്രാർത്ഥിച്ചിട്ട് പോയി. എനിക്കൊന്ന് വൊമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വൊമിറ്റ് ചെയ്തൊരു 2 ലിറ്ററോളം ബ്ലഡാണ്. അവരുടെ വയറൊന്നും ചെക്ക് ചെയ്തിരുന്നില്ല. അവൻ്റെ തല മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ.
വയറ് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയറിൽ നിന്ന് ഒരുപാട് ബ്ലഡ്, ഞാൻ ഈ പൊട്ടിയാകുന്നതുകൊണ്ട് എൻ്റെ ബ്ലഡ് മുഴുവൻ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിലേക്ക്, എൻ്റെ വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ലങ്സിൽ പോകാതെ, ഒരു തുള്ളി പോലും ലങ്സിൽ പോകാതെ എൻ്റെ ആ ബ്ലഡ് മുഴുവൻ, എനിക്ക് നാവൊന്നും അനക്കാൻ പറ്റില്ല, മൊത്തം നീര് വെച്ച് മുഖമൊക്കെ ഒരു വികൃതമായി. എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു എന്ന് പറയാം. എൻ്റെ പെങ്ങളുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് മൂലം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു. അതിനുശേഷം അവിടുന്ന് എന്നെ സർജറിക്ക്, ഇത് കഴിഞ്ഞപ്പോൾ എന്നെ സർജറിക്ക് എടുത്തു. സർജറിക്ക് എൻ്റെ ഞാൻ എഴുതി കൊടുത്തത് കറക്റ്റാണെന്ന് അവർ ഡോക്ടർമാർ അന്വേഷിച്ച് നോക്കി. സർജറിക്ക് എടുത്ത് 5 മണിക്കൂർ കൊണ്ട് എൻ്റെ മുഖം പഴയ രീതിയിൽ, പഴയതിനേക്കാൾ സുന്ദരമായെന്നാണ് പറയുന്നത് എല്ലാവരും. പഴയതിനെ അത്രയും നല്ല രീതിയിൽ എനിക്ക് ആക്കി തന്നു. അതിനുശേഷം 14.5 മണിക്കൂർ സർജറി കൊണ്ട് എൻ്റെ കാല് എനിക്ക് തുന്നിച്ചേർത്ത് തന്നു. എൻ്റെ പൊട്ടിപ്പോയ മുട്ട്, 8 പീസായി പോയ മുട്ടിനകത്തു നിന്ന് ഒരു പീസ് പുറത്തു പോയി. ആ പീസ് ഒഴിവാക്കിക്കൊണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പമല്ലേ, നിൻ്റെ വേറെ മുട്ടൊന്നും മെറ്റൽ ഇതൊന്നും ഇടണ്ട, അതുകൊണ്ട് നിൻ്റെ മുട്ട് തന്നെ അത് ഉള്ളത് കൂട്ടി തുന്നിത്തരാമെന്നും പറഞ്ഞിട്ട് ആ ഡോക്ടർ കൂട്ടി തുന്നിത്തന്നു. പിന്നെ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു 7 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിൽ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ പിറക്കി വെച്ചേക്കുക. എന്നിട്ട് ഇങ്ങനെ 7 സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചേക്കുക. അപ്പോൾ അതിന് ഇത് ചെയ്ത ഡോക്ടർ പിറ്റേ ദിവസം എൻ്റെ പോസ്റ്റ് എക്സ്റേ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ഞാൻ 14.5 മണിക്കൂർ സർജറി ചെയ്ത്, എനിക്കൊന്നും അറിയത്തില്ല, നിൻ്റെ കാൽമുട്ടും പാദങ്ങളും ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ പിറക്കി വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ അനിയനെ കെട്ടിപ്പിടിച്ചിട്ട് ഡോക്ടർ പറയുക, ഇതെന്തോ മിറാക്കിളാണ്, നിങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും നമ്മളറിയുന്നില്ല പെങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി, പെങ്ങൾ ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും. അതിനുശേഷം പെങ്ങൾ ഇവിടുന്ന് ഉള്ള കാശുരൂപവും ഉടമ്പടി തൈലവുമായിട്ട് എൻ്റെ അടുത്തോട്ട് ബോംബെക്ക് വന്നു. ഞാൻ ഒരു ഡിസംബർ 8-ാം തീയതിയാണ് ഞാൻ വീഴുന്നത്. ഡിസംബർ 8 തൊട്ട് ഡിസംബർ 25-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ പെങ്ങൾ എൻ്റെ കാലിൽ ഈ തൈലവും ഒക്കെ പുരട്ടി എന്നും പ്രാർത്ഥിക്കും. എനിക്ക് വലിയ വിശ്വാസം അതിലൊന്നും ഇല്ലായിരുന്നു. ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, വിശ്വാസമൊന്നുമില്ലായിരുന്നു. അപ്പം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഞാൻ ഡിസംബർ 25-ാം തീയതി എല്ലാവരും ക്രിസ്മസിന് പള്ളിയിൽ പോയിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് വീൽ ചെയറിൽ എഴുന്നേറ്റിരുന്ന് കുർബാന കണ്ടു. വീൽ ചെയറിൽ പോയി കുർബാന കണ്ടു. ഹാളിൽ വന്നിരുന്ന് ടി വിയിൽ കുർബാന കണ്ടു. അതിനുശേഷം എൻ്റെ റിക്കവറി വളരെ ഫാസ്റ്റായിരുന്നു. 3 മാസം, ഏകദേശം 3 മാസം കൊണ്ട് ഞാൻ പൂർണ്ണമായും റിക്കവറായി. ഞാൻ വാക്ക് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ തിരിച്ച് ജോലിയിൽ കയറി. അതിനുശേഷവും എനിക്ക് ഉടമ്പടി ആയിട്ടുള്ള ഇതൊന്നും അറിയില്ല. പെങ്ങളിങ്ങനെ പോയിട്ടുണ്ട്. എന്നോട് പെങ്ങൾ പറഞ്ഞു, എടാ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതം ഉണ്ടായി, നീ വന്ന് സാക്ഷ്യം പറയണം. ഞാനത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പം എനിക്ക് ഏകദേശം നെക്സ്റ്റ് ഇയർ ആ സമയമായപ്പം എനിക്കൊരു ഉറക്കമില്ലായ്മയൊക്കെ വന്നു. ഒരു 8 ദിവസത്തേന് ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുക. ഞാനോർത്ത് ആദ്യം എന്തായിരിക്കും ഇങ്ങനെ ഉറങ്ങാതെ വരുന്നത്. അങ്ങനെ 8 ദിവസമായി എനിക്ക് പേടിയായി. എനിക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറുന്ന പോലെ എനിക്ക് തോന്നി. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി സൈക്കാട്രിസ്റ്റിനെ കണ്ടു. സൈക്കാട്രിസ്റ്റ് പറഞ്ഞു, നിനക്ക് ഇതൊരു തരം PTSD എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അത് നേഴ്സുമാരായിട്ടുള്ളവർക്കറിയാം. ഇങ്ങനെ വലിയ വലിയ വീഴ്ചകളൊക്കെ പറ്റുന്നവർക്ക് വരുന്ന ഒരു പേടി ഉള്ളിൽ തട്ടിയിട്ടുള്ളൊരു അസുഖമാണ്. അത് നീ ഈ സമയം ആകുമ്പോഴായിരിക്കും നിനക്ക് വരുന്നത്. ചിലപ്പോൾ അത് നീ നിനക്കത് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരും. അടുത്ത വർഷം ആകുമ്പോൾ ചിലപ്പോൾ ഇതിനും കൂടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ വളരെ പേടിച്ചു. ഞാൻ അന്നേരം തന്നെ ലീവിന് അപേക്ഷിച്ചു. എനിക്ക് ലാസ്റ്റ് 2022 മെയ് മാസത്തിൽ എനിക്ക് ലീവ് ലഭിച്ചു. ഞാൻ മെയ് 31 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പാലിച്ചു. 2023 ഡിസംബർ 8-ാം തീയതി ഞാനിവിടെ വന്ന് നമ്മുടെ അഖണ്ഡ ജപമാലയിൽ 25 കിലോമീറ്റർ ഞാൻ ഈ കാലുകൊണ്ട് വിത്തൗട്ട് വാക്ക് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ ഒരു ചട്ടുമില്ലാതെ എൻ്റെ അമ്മ പൂർണ്ണമായി നടത്തി. എനിക്കൊരു കുഴപ്പവും ഇപ്പം ഇല്ല. എനിക്ക് മരുന്നും പൂർണ്ണമായിട്ട് എൻ്റെ മരുന്ന് PTSD എന്ന് പറയുന്ന അസുഖം പൂർണ്ണമായി എനിക്ക് മാറ്റി തന്നു. എനിക്കിപ്പോൾ മരുന്ന് എനിക്ക് എടുക്കണ്ട, ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ഉറങ്ങാം. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.
ഒപ്പം എന്നെ അന്ന് സഹായിച്ച എന്നെ നേഴ്സ്, അന്ന് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പം സഹായിച്ച ഒരു നേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ നേഴ്സിന് 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞാനന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പം അവിചാരിതമായിട്ട് അവരും ഉണ്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നു. അപ്പോൾ ഞാൻ ഒരു 5 നിയോഗം എൻ്റേത് എഴുതി. അപ്പോൾ എന്നാൽ പിന്നെ ഇവർക്കും വേണ്ടിയിട്ടും ഞാനെന്തെങ്കിലും പ്രാർത്ഥിക്കണമല്ലോ എന്ന് എഴുതി. അവരുടെ ഒരു നിയോഗമായിട്ട് അവർക്ക് മക്കളുണ്ടാകണമെന്ന് പറഞ്ഞ് ഞാനത് എഴുതി. ഇന്നിപ്പം അവർക്ക് കുട്ടിയുണ്ടായി, 10 മാസമായി, ഒരു ആൺകുട്ടിയെ കൊടുത്തു. ഒപ്പം ഞാൻ മുംബൈ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയാണ് വീട് വാങ്ങാൻ പോയത്. ആ വീട് എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചു. എൻ്റെ ഭാര്യ OET എഴുതി. അവൾക്ക് OET ലഭിച്ചു. അയർലൻഡിൽ പോയി. വിസയ്ക്ക് ചെറിയ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ ഉടമ്പടിയിൽ എഴുതി വെച്ചിരുന്നു. അതെല്ലാം മാറ്റി എന്നെ ദൈവം അനുഗ്രഹിച്ചു. ഒപ്പം ഈ 8-ാം തീയതി, ഫെബ്രുവരി 8-ാം തീയതി എനിക്കും വിസ പറ്റി ഫാമിലിയായിട്ട് ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുകയാണ്. പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഇങ്ങനെയുള്ള ഇത് ഉടമ്പടി അങ്ങനെയുള്ളതിലൊന്നും ഞാൻ വലിയ വിശ്വാസമൊന്നും ആയിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ സ്ഥിരമായി പള്ളിയിൽ പോവുകയും അതുപോലെ ഉടമ്പടി പത്രം ഇവിടുന്ന് വന്ന് ഉടമ്പടി പത്രം പറ്റുന്നത്രയും പേരിൽ എത്തിക്കുകയും ഇങ്ങനെയൊരു സംഭവം. അവരെന്നോട് ചോദിക്കും, നീ ഈ ഉടമ്പടി ആലപ്പുഴ വരെ പോകുന്നുണ്ട്, നിനക്കെന്നാ കിട്ടിയെന്ന് ചോദിക്കും. അപ്പം പറയും ഞാൻ തന്നെയാണ് കിട്ടിയെന്ന് പറയും. അപ്പോൾ എന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കഥ അവരോട് പറയും. അപ്പോൾ അങ്ങനെ കണ്ട ഒരുപാട് പേര് ഇങ്ങനെ എൻ്റെ വീട്ടിലൂടെ ഇവിടെ വരാൻ ഇടയായിട്ടുണ്ട്. ഉടമ്പടി പത്രവും ഇപ്പം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി, കഴിഞ്ഞ ആഴ്ച വന്ന് ഉടമ്പടി പുതുക്കി. ഇന്നിപ്പോൾ ഞാൻ അന്നേരമാണ് പറഞ്ഞ് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങൾ സാക്ഷ്യം പറയാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ പറഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനൊക്കെ ഒരു പേടിയാണ്. ഇങ്ങനെ ഇത്ര നേരം ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുക. അതിനും ഒരുപാട് മാതാവിന് നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? എങ്ങനെയാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ട? പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ, അതാണ് ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. മെജോ എന്ന ഈ മകൻ ഇന്നിവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുന്നത് തന്നെ അതുതന്നെയാണ് എൻ്റെ സാക്ഷ്യം, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃപാസന പത്രം ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമായിട്ട് ഈ മകൻ നിയോഗിക്കപ്പെടുമ്പോൾ, സ്വയമായിട്ട് കൃപാസന പത്രം കൊണ്ടുപോകുമ്പോൾ മകൻ പറയുന്നതാണ്, ഞാൻ തന്നെ ഒരു സാക്ഷ്യമാണ്. നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നതാണ്. പിന്നീട് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മകനെ ഫാസ്റ്റ് റിക്കവറിയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നിപ്പോൾ പൂർവാധികം ആരോഗ്യവാനായിട്ട് താൻ വിദേശത്തേക്ക് പോകുവാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ മകൻ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ സാധിക്കുന്നു. പിന്നീട് തനിക്ക് വന്ന പെട്ടെന്നുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ആ ഒരു അവസ്ഥയിലും എങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതെന്നാണ് നാം കേട്ടത്. പിന്നീട് ഉടമ്പടി എന്നുള്ളത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി, അതായത് അതൊരു ജീവിത രീതിയായി മാറുകയാണ്. ഇന്ന് ഉടമ്പടി ജീവിക്കുന്നവരാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ, അല്ലാതെ ഉടമ്പടി എടുത്തു എന്ന് മാത്രം പറയുന്നവരല്ല. അങ്ങനെ തൻ്റെ ജീവിതം ദൈവം തനിക്ക് തിരിച്ചു തന്ന ഒരു ദാനമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് വേണ്ടി വിജനദേശത്ത് പാതയൊരുക്കിയിരിക്കുന്ന തമ്പുരാൻ്റെ കരുത്തുറ്റ കരങ്ങൾ നമുക്കും മുൻപിൽ കാണാം. നമ്മുടെ ജീവിതവും വരണ്ടാണിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ദൈവസന്നിധിയിൽ അത് തളിർക്കും. നാം ഉടമ്പടി ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കും അത് അനുഭവിക്കാൻ കഴിയും. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.